ഹായ് ഗായ്സ്, ഞാനിവിടെ ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടിന് വേണ്ടി നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്നവർക്കും അതേപോലെ നനവ് കൂടിപ്പോയിട്ട് കട്ടകളായി ഇതുവരെ പുട്ടുണ്ടാക്കാൻ നല്ല രീതിക്ക് പറ്റാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കട്ടകളായി പോയ പുട്ടിൻ്റെ പൊടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് നമുക്ക് മിക്സിയുടെ പൾസ് മോഡിലിട്ട് 2-3 പ്രാവശ്യം ക്രഷ് ചെയ്തെടുക്കാം. സാധാരണ മിക്സികളിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കറക്കുമ്പോൾ തന്നെ പൾസ് മോഡ് ആക്ടിവേറ്റ് ആകും. അല്ലാതെ ചില മിക്സികളിൽ പൾസ് മോഡായിട്ട് തന്നെയുണ്ട്. അത് 2-3 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തരികളായിട്ടുള്ള പൊടി കിട്ടും. കട്ടകളൊക്കെ മാറി നമുക്ക് നല്ല രീതിക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നനവ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട. ഇനി നല്ല രീതിക്കുള്ള പുട്ടുണ്ടാക്കാൻ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചില സമയങ്ങളിൽ നനവ് കൂടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൊടിയിലേക്ക് കുറേ ഗോതമ്പ് പൊടി ഇട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിലും കട്ടകൾ മാറാറില്ല. പക്ഷേ ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല പുട്ടുണ്ടാക്കാൻ നമുക്ക് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.